റുബിക്സ് ക്യൂബുകൾ എന്നും വിസ്മയമാണ്. അത് സോൾവ് ചെയ്യുന്നത് അത്ര നിസ്സാര കാര്യമല്ല എന്നതാണ് അതിന് കാരണം. എന്നാൽ ഖുറാൻ പാരായണത്തോടൊപ്പം 8 റുബിക്സ് ക്യൂബുകൾ സോൾവ് ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഒരു 8 വയസ്സുകാരനുണ്ട് കൊച്ചിയിൽ. 13 മിനിറ്റ് 19 സെക്കൻഡുകൾ കൊണ്ടാണ് നഹ്യാൻ അൻവർ എന്ന മിടുക്കൻ ഈ നേട്ടം സ്വന്തമാക്കിയത്. ഫോണിന്റെ ഉപയോഗം കുറയ്ക്കാൻ ഉമ്മ ഹസ്നയാണ് നഹ്യാന് റുബിക്സ് ക്യൂബ് വാങ്ങി നൽകിയത്. വൈകുന്നേരങ്ങളിൽ ഖുറാൻ പാരായണം ചെയ്യുന്നതിനൊപ്പം നഹ്യാൻ ക്യൂബും ഒപ്പം കൂട്ടി. പതിമൂന്ന് മിനിറ്റ് 19 സെക്കൻഡുകൾ കൊണ്ട് 8 റൂബിക്സ് ക്യൂബുകൾ സോൾവ് ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡ് ഈ 3-ാം ക്ലാസ്സുകാരൻ സ്വന്തമാക്കിയത് ഇങ്ങനെയാണ്. ഇത് എങ്ങനെ കണ്ടെത്തി? ആദ്യമായിട്ട് എന്തായാലും ഇങ്ങനെ തുടങ്ങണമെങ്കിൽ ഒരു കണ്ടെത്തലുണ്ടാവില്ല. അതെങ്ങനെയായിരുന്നു? ആദ്യം ഈ വെക്കേഷൻ ടൈമിൽ സ്ക്രീൻ ടൈം കുറയ്ക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് റുബിക്സ് ക്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യം ഒരു 3x3 വാങ്ങിച്ചു കൊടുത്ത് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കൂടുതൽ സോൾവ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ പുതിയ പുതിയ ക്യൂബുകൾ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതെല്ലാം അവൻ സ്വയം ചിലത് മുമ്പത്തെ ക്യൂബിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ ട്രൈ ചെയ്തു. കിട്ടാത്തത് യൂട്യൂബും ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഒറ്റയ്ക്കാണ് പിന്നെ ഒരു 18 ക്യൂബോളം ചെയ്യാൻ പഠിച്ചു. ഞങ്ങൾ ഖുറാനിൽ 30-ാമത്തെ ജുസ് മനഃപ്പാഠമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മനഃപ്പാഠമാക്കിയത് മറന്നു പോകാതിരിക്കാൻ ഈവനിങ് ടൈമിൽ ഓതാൻ പറയും. അപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയ പുതിയ ക്യൂബുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഓതാൻ പറയുന്നത്. അപ്പോൾ ഇത് കഴിയാത്തതുകൊണ്ട് ഇത് മാക്സിമം ഇന്ന് തന്നെ സോൾവ് ചെയ്ത് തീർക്കണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഖുറാൻ ഓതുമ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് ചെയ്യുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്നത് ഞാൻ നോട്ടീസ് ചെയ്തപ്പോൾ വെറുതെ ഒരു ദിവസം വിചാരിച്ചു ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വെറുതെ ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ അത് അയച്ചു കൊടുത്തു. അത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ക്ലെയിം ചെയ്തു. കൊച്ചി കലൂർ സ്വദേശികളായ പോസ്റ്റൽ അസിസ്റ്റന്റ് ജീവനക്കാരി ഹസ്നയുടെയും പ്രവാസി അൻവർ ഷായുടെയും മൂത്ത മകനാണ് നഹ്യാൻ. അവധിക്കാലങ്ങളിൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.